മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഇന്ന് നിർണായക ദിനം. കൂറുമാറിയ 6 വിമത എംപിമാർ ഇന്ന് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നേക്കും. വൈകിട്ട് 3 മണിയോടെ ലയനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനം നടന്നേക്കും. അതേസമയം 2 വിമത എംപിമാർ മടങ്ങി വരാനുള്ള ശ്രമം നടത്തുന്നതായി ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് അവകാശപ്പെട്ടു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ ശിവസേന ഇപ്പോഴും ഉദ്ധവ് വിഭാഗം 2 പേർ തിരികെ എത്തും, അങ്ങനെ വലിയൊരു നഷ്ടമുണ്ടാകില്ല എന്ന് പ്രതീക്ഷ വെക്കുകയാണ്. തീർച്ചയായും ഉദ്ധവിനെ സംബന്ധിച്ചിടത്തോളം 2022 ഒരു പിളർപ്പ്, പാർട്ടിയിൽ വലിയൊരു പിളർപ്പുണ്ടായി. പാർട്ടി അപ്പാടെ ഏതാണ്ട് ഷിൻഡെക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ്. ഇപ്പോൾ അവശേഷിക്കുന്ന എംപിമാരിൽ 9 എംപിമാരാണ് ഉള്ളത് ലോക്സഭയിൽ. അതിൽ 6 പേരും ഒരുമിച്ച് ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതായത് 3-2 ഭൂരിപക്ഷം എംപിമാരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്നതോടുകൂടി തന്നെ ലയനം നടക്കുമ്പോൾ അവിടെ അയോഗ്യത പ്രശ്നം ഉണ്ടാവില്ല എന്നതാണ് ആ സാഹചര്യം. പക്ഷേ അങ്ങനെ ഒരു അയോഗ്യത പ്രശ്നം ഉണ്ടാകും എന്നതാണ് സഞ്ജയ് റാവത്ത് ഇപ്പോഴും അവകാശപ്പെടുന്നത്. അതിനുള്ള കാരണം ഈ 6 പേരെന്നുള്ള സംഖ്യയിലേക്ക് ഇപ്പോഴുള്ള വിമത എംപിമാർക്ക് എത്താൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. 2 പേർ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന അവകാശവാദമാണ് ഇന്നലെയും അദ്ദേഹം നടത്തുന്നത്. ഏതായാലും ഇന്നിപ്പോൾ വിമത എംപിമാർ അവർ ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകുന്നത് ഔദ്യോഗികമായി തന്നെ ഇന്ന് പ്രഖ്യാപിക്കും എന്നതാണ് അറിയുന്നത്. 3 മണിയോടെ ഈ 6 എംപിമാരുടെയും വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന സൂചനയാണ്. അത് ദില്ലിയിലാകുമോ പൂനെയിലാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. ദില്ലിയിലാവാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഉള്ളത്. ഇന്നലെ 2 എംപിമാർ പരസ്യമായി കൂറുമാറുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു. നാഗേഷ് അഷ്ടികറും ഒപ്പം തന്നെ നാസിക്കിൽ നിന്നുള്ള MP ഓംരാജ് നിംബാൽക്കറുമാണ് ഇന്നലെ കൂറുമാറ്റം ആദ്യമായി തുറന്നു പറയുന്നത്. ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടാവുന്ന സമയത്തൊക്കെ ഈ എംപിമാർ എവിടെയാണ്, എന്താണ് അവരുടെ നീക്കം എന്നതിന് ഔദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ആദ്യമായി 2 പേർ അതിൽ പ്രതികരിക്കാൻ തയ്യാറായത്. ഇന്നിപ്പോൾ ശേഷിക്കുന്ന 4 പേർ കൂടി വാർത്താ സമ്മേളനത്തിലെത്തി അത് പറയും എന്നതാണ് വിമത ക്യാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവർ വിശദീകരിക്കുന്നത് അത്രയും ഭരണത്തിലില്ലെങ്കിൽ ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ ചെലവാക്കാനുള്ള ഫണ്ട് ലഭിക്കുന്നില്ല, അതുകൊണ്ട് അധികാരം വേണം, അധികാരമുള്ളിടത്തേക്ക് പോവേണ്ടി വരികയാണ് എന്നൊരു ന്യായീകരണമാണ് ഇപ്പോൾ മറ്റ് നിലപാടുകൾക്ക് ഉപരിയായി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണമായി ഈ എംപിമാർ പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും എംപിമാർ കൂറുമാറും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. MLA മാർ കൂടി പോകുമ്പോൾ പാർട്ടിയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നു എന്നതാണ് ഉദ്ധവ് ക്യാമ്പിന്റെ ആശങ്ക. അതുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2:30 ഉദ്ധവ് താക്കറെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. MLA മാരുടെയും MLC മാരുടെയും യോഗമാണ് വിളിച്ചിട്ടുള്ളത്. നരിമാൻ പോയിന്റിലെ ശിവാലയിലാണ് ഈ യോഗം നടക്കാൻ വേണ്ടി പോകുന്നത്. മൺസൂൺ കാല സമ്മേളനം, നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് ഈ തരത്തിൽ MLA മാരുടെ യോഗം വിളിക്കുകയും അതിൽ വെച്ച് ഉദ്ധവ് അടുത്ത ചില നീക്കങ്ങൾ വിശദീകരിക്കും എന്നതാണ് അറിയുന്നത്. അങ്ങനെ പാർട്ടിയിൽ MPമാർ പോകുന്നതോടൊപ്പം വലിയ നഷ്ടം MLA മാരുടെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉദ്ധവ് ക്യാമ്പിനുണ്ട്. അത് പരിഹരിക്കാൻ കൂടിയുള്ള ചില ഏതായാലും ഇന്ന് ഉദ്ധവിന്റെ കാര്യത്തിൽ അവർക്ക് എത്ര പേർ MPമാരുടെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഏതായാലും വലിയ നഷ്ടമുണ്ടാകില്ല. ഭൂരിപക്ഷവും തനിക്കൊപ്പം ഒരാളുടെ എണ്ണത്തിന്റെ കൂടുതൽ കൊണ്ടാണെങ്കിൽ പോലും ആ 9-ൽ 5 പേരും ഒപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഉദ്ധവ് ക്യാമ്പ് പുലർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.